ഹലോ, നമസ്കാരം. ഇന്ന് വളരെ സിമ്പിൾ എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാട്ടോ ഈ പുകയുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയൊരു കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒനിയനെ ഹാഫ് ചെയ്തിട്ട് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. ഇതൊരു 3 മീഡിയം സൈസുള്ള ഒനിയൻ ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകിനെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഈ വഴറ്റി ഇത്രയുള്ള ക്വാണ്ടിറ്റിയൊക്കെ നല്ലവണ്ണം കുറയണം. നന്നായിട്ട് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി ഗോൾഡൻ കളറിലേക്ക് ആവുന്നവരെ നമുക്കിതിനെ വഴറ്റണം. ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു നാടൻ കറിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് കുറച്ചുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇതാ നല്ലവണ്ണം റെഡ്യൂസായി അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ടൊമാറ്റോൻ്റെ ആവശ്യമില്ല, ഇതിന് ചെറിയൊരു പുളി മാത്രമേ വേണ്ടൂ. ഇനി ഇത് നന്നായിട്ട് മാഷ് ആവണം. ഉപ്പ് പോരായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ കുറച്ചായി ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ടൊമാറ്റോ നന്നായി മാഷ് ആവട്ടെ. മാഷ് ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചാൽ പെട്ടെന്നാവട്ടോ. ചട്ടികളിൽ വെക്കുന്ന കറികളിലേക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ടൊമാറ്റോ ഒക്കെ നല്ലോണം മാഷായി കണ്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്കതിനായിട്ടൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരുപാട് തിക്കല്ല. ഞാനിത് തേങ്ങാപ്പാലിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു 1/2 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാലും കൂടി ആകുമ്പോഴേക്കും ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ആ പ്രോസസ്സ് ഒഴിവാക്കാം. ഇത് ഇനി നന്നായി 2 മിനിറ്റ് ഇരുന്നിട്ട് നന്നായി തിളക്കട്ടെ. ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഇട്ട് കുറുകുന്നത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നന്നായി ഇളക്കി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ തുറക്കുമ്പോഴേക്കും തന്നെ ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് കുറച്ച് കരിവേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തോളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കറിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.